അന്ന് ബന്ധുക്കൾ വീട്ടിൽ വരുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിച്ച് വയറ് നിറയെ ഭക്ഷണവും കൊടുത്തു വിട്ടിരുന്നു. ഇന്ന് ബന്ധുക്കൾ വരുമ്പോൾ വരുന്ന കാര്യം മുൻപേ പറയണ്ടേ, ലൈവ് ലൊക്കേഷൻ അയച്ചു തരാമെന്ന് പറയുന്നു. അന്ന് കയ്യെഴുത്ത് മനോഹരമാക്കാൻ കുട്ടികൾ മഷിപ്പേനകൾ കൊണ്ട് താളുകൾ നിറച്ചിരുന്നു. ഇന്ന് പാസ്വേഡും പിൻ നമ്പരും അല്ലാതെ സ്വന്തം പേര് പോലും എഴുതാൻ കീബോർഡിൽ വിരലുകൾ തിരയുന്നു. അന്ന് അവധി ദിവസങ്ങളിൽ നാടൊട്ടുക്ക് നടന്ന് മാങ്ങയും കശുവണ്ടിയും പെറുക്കി തിന്നിരുന്നു. ഇന്ന് അവധി ദിവസങ്ങളിൽ ബോറടിക്കാതിരിക്കാൻ പണം കൊടുത്ത് ഗെയിമിംഗ് സോണുകളിൽ സമയം കളയുന്നു. അന്ന് വീട്ടിൽ പ്രായമായവർ അനുഭവ സമ്പത്ത് കൊണ്ട് കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നു. ഇന്ന് ചെറിയൊരു പ്രശ്നം വന്നാൽ പോലും ഗൂഗിളിലും AI ചാറ്റിലും പരിഹാരം തിരയുന്നു. അന്ന് സുഹൃത്തുക്കൾ ഒത്തുകൂടുമ്പോൾ ആർത്ത് ചിരിച്ചും തമാശ പറഞ്ഞും ശബ്ദമുണ്ടാക്കിയിരുന്നു. കഫേയിൽ ഒത്തുകൂടുമ്പോൾ മേശപ്പുറത്ത് ഫോൺ വെച്ച് വൈഫൈ സ്പീഡിനെ കുറിച്ച് തർക്കിക്കുന്നു. അന്ന് രാവിലെ എഴുന്നേറ്റാൽ ആകാശത്തേക്ക് നോക്കി കാലാവസ്ഥ പ്രവചിച്ചിരുന്നു. ഇന്ന് കണ്ണു തുറക്കുമ്പോൾ തന്നെ ഫോണിലെ വെതർ ആപ്പിൽ മഴ പെയ്യുമോ എന്ന് നോക്കുന്നു. അന്ന് വീട്ടിലുണ്ടാക്കുന്ന കഞ്ഞിയിലും പയറിലും സ്നേഹത്തിന്റെ രുചിയുണ്ടായിരുന്നു. ഇന്ന് ഫാൻസി പാക്കിങ്ങിൽ വരുന്ന ഡയറ്റ് ഫുഡിൽ കാലറിയുടെ കണക്ക് മാത്രം നോക്കും. സാങ്കേതിക വിദ്യയുടെ വേഗതയിൽ നമ്മൾ അകന്നു പോകുന്ന കൊച്ചു കൊച്ചു യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ നിങ്ങളെ സഹായിക്കും.